വെൽക്കം ടു ട്രൈഡു. നമുക്കിന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു സപ്പോർട്ടിംഗ് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഈ ഏരിയയിലേക്ക് വന്നിട്ട് റിജക്ഷൻ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഫ്രൈഡേയും ഇന്നും അവിടേക്ക് തന്നെ വന്നിട്ട് റിജക്ഷൻ തന്നിട്ടുണ്ട്. സോ കുറച്ചുകൂടി മുകളിലോട്ട് പോകണം എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവലാണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത് ഇവിടേക്ക് എത്താം. ഇനി കുറച്ചും കൂടി പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ളത് ഈ ഒരു ലെവലാണ്. അതായത് ഈ 3 ലൈനുകളാണ് മുകളിൽ വരച്ചിരിക്കുന്നത് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ളത്. ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിലെ ലോയാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇന്നത്തെ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് കൂടുതൽ അനാലിസിസിന്. അതിനു മുന്നേ ഇന്നത്തെ ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാനും സാധ്യതയുണ്ട്. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം. ഇനി ചാർട്ടിലോട്ട് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 3240.791 ആൻഡ് 3253.021. അടുത്തത് 3276.733 ആൻഡ് 3287.216. അടുത്തത് 3311.676 ആൻഡ് 3325.404. ഇത്രയാണ് സപ്പോർട്ട് ഏരിയാസ് ഉള്ളത്. ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഏരിയാസ് നോക്കാം. 3350.863 ആൻഡ് 3362.095. അടുത്തത് 3371.829, 3381.563 ആൻഡ് 3394.293, 3404.776. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു ലെവൽ അത്യാവശ്യം മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെവലിലേക്ക് മാർക്കറ്റ് ഓരോ തവണ വരുമ്പോഴും താഴോട്ടേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ലെവല്, അതായത് 1 അവറിന്റെ സപ്പോർട്ട് ഏരിയയിലും മാർക്കറ്റ് ഇങ്ങനെ നിന്ന് കളിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ കാര്യമായിട്ട് എൻട്രി ഒന്നും 50 മിനിറ്റ്സിൽ കാണുന്നില്ല. ഒരു എൻട്രി ഇനി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് എൻട്രി എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒരു ചെറിയ ഒരു പുൾ ബാക്ക് മുകളിലോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നമുക്ക്. അതായത് ഈ ഒരു അതായത് ഈ ഒരു 1 അവറിന്റെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 50 മിനിറ്റ്സിന്റെ സപ്പോർട്ട് ഏരിയയാണ്. ഇവിടെ നിന്ന് ചെറിയൊരു പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അത് ഒരുപക്ഷെ വീഴുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്കോ, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ ഇപ്പോൾ കാണുന്ന സപ്പോർട്ട് ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആവും, അതിലേക്കോ ആയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാം. ഇനി
ഈ ഒരു 50 മിനിറ്റ്സിനെ റെസ്പെക്ട് ചെയ്യാതെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു 1 ഹവറിന്റെ ഏരിയയിലേക്കും വന്നിട്ട് ഇത് തന്നെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ മറ്റൊരു കാര്യം ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതായത് ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ മുകളിലോട്ട് നിൽക്കുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ലെവൽ വരെയോ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെയോ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ലെവലിലേക്ക് വരുന്ന സമയത്തും മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുൾ ബാക്ക് ഇവിടേക്ക് ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ലൈനിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ആ ലെവലിൽ നിന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. ഒരുപക്ഷെ അവിടെ നിന്ന് വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും അടുത്ത റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അല്ല വീക്ക് ആയിട്ടാണ് വരുന്നത് കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇവിടേക്ക് തന്നെ വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ മുകളിലോട്ട് പോകുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഒരുപക്ഷെ അവിടെ വന്നിട്ട് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങും. അതായത് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് നിന്ന് കുറച്ച് നേരം നിന്നിട്ട് ആയിരിക്കും അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് പോവുക. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഈ പറയുന്ന ഏരിയാസ് എല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ഏരിയ വളരെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു എൻട്രി പറയാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു ലെവലിനെ അതായത് ഈ റെസിസ്റ്റൻസിനെയോ ഇത് സപ്പോർട്ടിനെയോ ബ്രേക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു എൻട്രി എടുക്കാൻ കഴിയുള്ളൂ. എന്തായാലും അവിടേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എൻട്രി എടുക്കരുത്.